കായംകുളം ശ്രീ വിഠോബ ഹൈസ്കൂളിൽ 1993 SSLC ബാച്ചിന്റെ സ്നേഹസംഗമം ഹാജർ സാർ എന്ന പേരിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു ഉദ്ഘാടനം ചെയ്തു. കായംകുളം ശ്രീ വിഠോബ ഹൈസ്കൂളിൽ 1993 SSLC ബാച്ചിന്റെ സ്നേഹസംഗമം ഹാജർ സാർ എന്ന പേരിൽ സംഘടിപ്പിച്ചു. അക്കാലത്തെ അധ്യാപക അനധ്യാപക ജീവനക്കാരും 80ഓളം വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ അധ്യാപകരോടും അന്നത്തെ ആ പേടിയിൽ തന്നെയാണ് ഇന്നും ഞങ്ങൾ കുട്ടികളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാർഗദർശികളായിരുന്നു. നിങ്ങൾ നൽകിയ ഓരോ അടിയുടെയും ഫലമാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. ഉമ്മയമ്മ സാറ് അന്ന് 90-92 കാലഘട്ടത്തിലൊരു കഥ പറഞ്ഞിരുന്നു. കഥ രൂപേണ പറഞ്ഞിരുന്നു, എടാ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് നേരത്തെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ 2 അവന്മാര് പോസ്റ്റിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുന്ന കണ്ടു. നിനക്കൊക്കെ ആ ഗതി വരണ്ടായെങ്കിൽ നീയൊക്കെ ദൈവത്തെ ഓർത്ത് പഠിക്ക് എന്ന് പറഞ്ഞ ഉമ്മയമ്മ സാറിനോട് സന്തോഷത്തോടു കൂടി പറയുന്നു, ടീച്ചറിന്റെ മക്കൾ ആരും ഒരു രീതിയിലും നഷ്ടമില്ല. ഞങ്ങളെല്ലാം വളരെ അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ ഉപദേശങ്ങളെല്ലാം ശിരസാ വഹിച്ചുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു ഉദ്ഘാടനം ചെയ്തു. ഒരു മോനെ അല്ലെങ്കിൽ ഒരു മോളെ ഇവിടെ പഠിപ്പിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചേർക്കാൻ വരുമ്പോൾ പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയുമ്പോൾ നമുക്കതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ പണ്ട് നമ്മളെപ്പോലെയുള്ള വിദ്യാർത്ഥികളുടെ ചിന്താരീതിയും വിദ്യാർത്ഥികളുടെ സംസ്കാരവും ഒന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ. ഓരോ ദിവസവും ഞാനത് പലതും നേരിട്ട് കാണുന്നുണ്ട്. ഈ വേദിയിലിരിക്കുന്ന ടീച്ചർമാരിൽ ബഹുഭൂരിപക്ഷവും എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ബഹുമാനത്തോടു കൂടി ആ ഒരു ഭയത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആ സ്നേഹവും ഇതുമെല്ലാം കുറഞ്ഞു ബഹുമാനവും കുറഞ്ഞു വരികയാണ്. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല, സമൂഹത്തിൻ്റെ ആ രീതിയാണ്. വിവര സാങ്കേതിക വിദ്യയും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് എല്ലാം അതിൻ്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ പിള്ളേർ അതെല്ലാം നമ്മളെക്കാട്ടിലും നന്നായിട്ട് കൈകാര്യം ചെയ്ത് അവർ വേറൊരു ലോകത്ത് ജീവിക്കുമ്പോൾ ആ മനോഗതിയുള്ള വിദ്യാർത്ഥികളെയാണ് ഇപ്പോഴത്തെ അധ്യാപകർ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു സംഗമം നിങ്ങളാണ് ആദ്യം കണ്ടക്ട് ചെയ്തത്. അതിൽ ശ്രീ വിഠോബ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ മാനേജർ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അടുത്ത വർഷം ജന്മശതാബ്ദിയിലേക്ക് കാലുകുത്തുന്ന വിഠോബ സ്കൂള് 1 വർഷം നീണ്ടു നിൽക്കുന്ന പല പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതിലൊന്ന് ഇതിനോട് ചേർന്ന് ഈ ബിൽഡിംഗ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാര്യം 5ാം ക്ലാസ്സിൽ പിള്ളേർ വരുമ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ വരുമ്പോൾ പണ്ടത്തെ രീതിയിലൊന്നുമല്ല. അവർ സ്കൂളിൻ്റെ ആകെയുള്ള അന്തരീക്ഷം നോക്കുന്നുണ്ട്. ക്ലാസ് മുറികൾ എങ്ങനെയാണ്, എൻ്റെ മോനെ പഠിപ്പിക്കണമെങ്കിൽ ആ സ്കൂളിൻ്റെ ക്വാളിറ്റി എന്താണ്, എല്ലാ രീതിയിലും നടന്ന് പരിശോധിച്ച് ഇവിടുത്തെ അധ്യാപകരെ വിലയിരുത്തി എല്ലാമാണ്. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. KV പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു. സിന്ധു ആർ വാളികൻ കൃതജ്ഞത പറഞ്ഞു. മൺമറഞ്ഞുപോയ അധ്യാപകരെയും വിട്ടുപിരിഞ്ഞ സഹപാഠികളെയും യോഗത്തിൽ അനുസ്മരിച്ചു. ഡോക്ടർ വിജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂളിന് ആവശ്യമായ 10 ഫാനുകൾ ഷീജ നാസർ സ്കൂൾ മാനേജർക്ക് കൈമാറി. ചടങ്ങിൽ പങ്കെടുത്ത അധ്യാപകരായ വത്സലാകുമാരി, ഇന്ദിരാഭായി, രാജാമ്മൾ, പുഷ്പവല്ലി, സരസ്വതി അമ്മ, ഉമ്മയമ്മ, വത്സലാഭായി, വസന്തകുമാരി, ചന്ദ്രകുമാരി, ചന്ദ്രികാദേവി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അനധ്യാപക ജീവനക്കാരായിരുന്ന കമലാദേവിയും മാധവന്റെ ഭാര്യയും നവീനയും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിന്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ബീനാകുമാരി ആശംസാ പ്രസംഗം നടത്തി. വിദേശത്തുള്ള മാത്യു സൈമൺ, സിജു സാമുവൽ, സൈഫുദ്ദീൻ, ദിലീഷ് കുമാർ, സജീവ്, വിനോദ്,
ജെറ്റി തുടങ്ങിയവർ ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിക്ക് ഷാനവാസ്, വിജിത്ത്, റിനോഷ്, നാദിർഷ, സിയാദ്, ശിവപ്രസാദ്, KV പ്രമോദ് കുമാർ, ശ്രീകുമാർ, ബിനു യശോധരൻ, വിനോദ്, അഭിലാഷ്, രാജൻ ബാബു, പ്രസാദ്, വിജയകുമാർ, ദീപു വർഗീസ്, രാജേഷ്, ഹസീന, ലേഖ വി പ്രഭു, സിന്ധു, വന്ദന, ബീനാകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂളിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹകരണവും 93 ബാച്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ഉറപ്പു നൽകി. അപ്പൊ ഇങ്ങനെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിലേക്ക് ഇത് നടക്കാൻ കാരണഭൂതരായവര് നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് പേരാണ്. അവരുടെ പേര് ഞാൻ പറയാം. അതിലൊന്ന് വിജിത്താണ്. വിജിത്ത്, നമ്മുടെ സിയാദ്, പിന്നെ പ്രമോദ്, റിനുഷ്, രാജൻ ബാബു, വിജയകുമാർ, ഷാനവാസ്, ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് നിർത്തുകയും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാൻ കാരണഭൂതരായത്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ പ്രമോദിവിടെ നേരത്തെ പറഞ്ഞു, പലരും കുറെ പേര് വളരെ ദൂരെ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ഈ പരിപാടിയെ കുറിച്ച് ആലോചിച്ചപ്പം ഇങ്ങനെ ഇത് നടത്താൻ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞത് ബിനുവും വന്ദനയും ബോംബെയിൽ അവർ എത്തിച്ചേരാമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. അതാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ തുടക്കം. അവരെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ചടങ്ങിലൂടെ നടക്കത്തില്ലായിരുന്നു. അവര് വരാമെന്ന് ഏറ്റതാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നിന്നാണ് നമ്മളിത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത്. കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.